ഈ റജബ് മാസം സമൂഹത്തിനിടയിൽ ഒരു പുത്തൻ ആചാരം പടർന്നു പന്തലിക്കുന്നത് മിഅ്റാജിന്റെ നോമ്പ് എന്ന പേരിലാണ്. മിഅ്റാജിന്റെ നോമ്പ് കൊണ്ടാടാൻ തയ്യാറായിരിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. എന്നാൽ ഇസ്രാ മിഅ്റാജ് എന്നുള്ളത് ഇസ്ലാമിൽ ഉണ്ടായതാണ്. ഖുർആനിന്റെ ഹദീസിന്റെ ഖണ്ഡിതമായ ടെക്സ്റ്റോടുകൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുള്ളതാണ് ഇസ്രാ മിഅ്റാജ്. എന്നാൽ അത് നടന്നത് റജബ് 27-നാണ് എന്ന ഔദ്യോഗികമായ ഒരു ഉദ്ധരണികൾ നമുക്കെന്തല്ല കേൾക്കാൻ സാധ്യമല്ല, അറിയാൻ സാധ്യമല്ല. പറയപ്പെടുന്നതിൽ ഒരു അഭിപ്രായം മാത്രമാണ് റജബ് 27 എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51-ാമത്തെ വയസ്സിലാണ് മിഅ്റാജ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സങ്കടമുണ്ടായ, ദുഃഖമുണ്ടായ ഒരു സന്ദർഭത്തിൽ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈവിട്ടിട്ടില്ലേ. ആ പ്രവാചകനെ ആകാശാരോഹണം നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വാന്തനം കൊടുത്തൊരു സന്ദർഭം കൂടെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും നിഴലായി കൂടെ നിന്ന മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ട് മരണത്തിൽ അള്ളാന്റെ പ്രവാചകൻ വല്ലാതെ സങ്കടപ്പെട്ടതെങ്കിൽ അതിലൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമ്പോഴാണ്. ആ വർഷത്തിൽ തന്നെ പ്രവാചകനെ മുസ്ലിമായിട്ടില്ലെങ്കിലും ഒരു താങ്ങായി നിന്ന അബൂ താലിബും അടുത്ത നാളുകളിൽ ലോകത്തോട് വിട പറഞ്ഞു. ആമുൽ ഹുസൻ, ദുഃഖവർഷമെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വർഷമാണ്. ഒരു സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മക്കയിൽ നിന്ന് ജബലടുക്കുകളെ താണ്ടി ത്വായിഫിന്റെ മണ്ണിൽ അള്ളാന്റെ ഹബീബ് പ്രബോധനത്തിനായി കടന്നു വരുമ്പോ ത്വായിഫുകാർ അള്ളാന്റെ പ്രവാചകനെ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് പ്രവാചകന്റെ നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയ നിമിഷം കൂടെയുണ്ടായിരുന്നവർ ഒരു തുള്ളി ദാഹജലം തന്നില്ല റസൂലി എന്ന് സങ്കടത്തോടെ പറയുമ്പോ ബോധം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ വളരെ സങ്കടങ്ങൾ നിറഞ്ഞ വർഷത്തിലാണ് അള്ളാഹു തആല ഒരു സ്വാന്തനമേകി. ഒരു രാത്രിയിൽ ഉമ്മഹാനി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സഹോദരിയായി വരും. അവരുടെ വീട്ടിൽ നിന്ന് പ്രവാചകനെ മസ്ജിദുൽ ഹറമിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക്, ഫലസ്തീനിന്റെ മണ്ണിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് രാപ്രയാണം നടത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഇസ്രാ നടത്തുകയാണ്. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സായിൽ നിന്ന് ഏഴാകാശങ്ങളും താണ്ടി ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടികൾക്കപ്പുറത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തതാണ് മിഅ്റാജ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഔന്നത്യങ്ങളിലേക്കുള്ള യാത്രയും നമ്മൾ ചരിത്രങ്ങളിലൂടെ പഠിക്കുന്നത്. എന്നാൽ ആ യാത്രക്ക് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹന മൃഗത്തിലാണെന്ന് സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെ കാണാൻ സാധിക്കും. ആ ബുറാഖിന്റെ മേലെ ജിബ്രീൽ കൊണ്ടുപോവാൻ. പ്രിയമുള്ളവരെ, ബുറാഖ് എന്ന് പറഞ്ഞാൽ ബിദാബത്തിൻ നബിയൽ, ഒരു വെള്ള മൃഗമാണെന്ന്. നമ്മുടെയൊക്കെ വീടുകളിൽ ചുമരുകളിൽ മുമ്പ് തൂങ്ങിയിടപ്പെട്ടതുപോലെ ഒരു കുതിരയുടെ ഉടലും രണ്ട് ചിറകും ഒരു പെണ്ണിന്റെ ശിരസ്സുമായി ഒരു ഫോട്ടോ കലണ്ടറുകളും മറ്റു ബറക്കത്തിന് വേണ്ടി തൂക്കിയിടപ്പെട്ടതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വെള്ള മൃഗമാണ്. അത് കഴുതയേക്കാൾ മുകളിലാണ്. ഫൗക്കൽ ഹിമാർ, കഴുതയേക്കാളും വലിപ്പം വരും. എന്നാൽ ഒരു കുതിരയുടെ അത്രയും വലിപ്പമില്ല. ദൃഷ്ടികൾ പതിക്കുന്നിടത്തേക്ക് സഞ്ചാരത്തിന്റെ കാൽച്ചുവടുകളെ ചലിപ്പിക്കാൻ മാത്രം വേഗതയുള്ള ബുറാഖിന്റെ മേലെ പ്രവാചകനെ കൊണ്ടുപോയത് പ്രകാശ വേഗത ചർച്ച ചെയ്യുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ പുതുമയല്ലെങ്കിൽ അന്ന് പ്രവാചകൻ അത് സഹാബത്തിനെ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചതും അവർ വിശ്വസിച്ചതും അവരുടെ യഥാർത്ഥമായ ഈമാനായിരുന്നു എന്നുള്ളത് കൂടെ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ യാത്ര ഇസ്രാ, പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുകയാണ്. സംസം കൊണ്ട് പ്രവാചകന്റെ ഹൃദയം വൃത്തിയാക്കിയെന്ന്, നെഞ്ചു വളർന്നതും പ്രവാചകന്റെ ഹൃദയം വൃത്തിയാക്കിയതും ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നീട് അവിടെ നിന്ന് പ്രവാചകന്റെ യാത്ര പോകുന്നു. അവിടെ എത്തി മസ്ജിദുൽ അഖ്സായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിക്കുന്നുണ്ട് അല്ലാഹുവിന് വേണ്ടി. അത്രയും മഹത്തായ ദൃഷ്ടാന്തങ്ങളുടെ യാത്ര. പക്ഷേ അവിടെയും നമുക്കൊരു വലിയ ദൃഷ്ടാന്തം ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നൊരു പാഠമാണ്. നെഞ്ചുരുകുന്ന ചരിത്രമുണ്ടായിരുന്നു ഇസ്ലാമിലെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥ മുത്ത് റസൂല് പറഞ്ഞത്, കാണിക്കപ്പെട്ടത് ഇസ്രായിന്റെ വേളയിലാണ്. മുത്ത് റസൂല് പറഞ്ഞു, അല്ലാഹു തആല ലൈലത്തുൻ നുസ്രിയ ബി, എന്നെ കൊണ്ട് അല്ലാഹു തആല രാപ്രയാണം നടത്തിച്ച ആ സമയമുണ്ടല്ലോ, സ്വർഗത്തിന്റെ ഒരു സുന്ദരമായ പരിമളം എന്നിലേക്ക് ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ, ആ പരിമളം എവിടെ നിന്നാണ്? ആ പരിമളം എവിടെ നിന്നാണ് ജിബ്രീൽ? അവിടുന്ന് പറഞ്ഞു, റസൂലേ, ഒരു ഖബറിൽ നിന്ന് വരുന്ന സുഗന്ധമാണ്. ഉമ്മാനെ മക്കളെ കൊണ്ടുപോയ ഒരു ഖബറില് ഒരൊറ്റ തുണിയിലായി ഫിർഔനെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തില് ഫിർഔനിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്ന മാഷിത്ത എന്ന് പറയുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീഴുമ്പോ അതെടുക്കുന്ന സന്ദർഭത്തിൽ അവരെ പറഞ്ഞു പോയി ബിസ്മില്ലാ. ഉടനെ ഫിർഔനിന്റെ മോള് ചോദിച്ചു, എന്റെ ബാപ്പാന്റെ പേരല്ലേ നീ പറഞ്ഞത്? ഇവര് പറഞ്ഞു, അല്ല, റബ്ബി വറബ്ബു അബീക്കില്ല, എന്റെയും നിന്റെ ബാപ്പാന്റെയും രക്ഷിതാവായ റബ്ബാണ്. ഫിർഔന് വിവരറിയാൻ ഫിർഔനിന്റെ പരിവാരങ്ങൾ ഓടി വന്നു.
പശുവിന്റെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിലെ എണ്ണ പോലെ തിളപ്പിക്കപ്പെടുന്ന വല്ലാത്ത സാഹചര്യം. പിന്മാറാൻ ഒരുക്കണ്ടോ? ഇല്ല. അസയോട് പറഞ്ഞത്, നിന്നെ മാത്രമല്ല നിന്റെ മക്കളെയും ഇതിലൂടെ ഞാൻ കരിച്ചു കളയും. അള്ളാഹുവിലുള്ള അടിയുറച്ച തവക്കുൽ, അള്ളാഹുവിലുള്ള കൃത്യമായ വിശ്വാസം. അവര് പറഞ്ഞു, ഒന്നേ പറയാനുള്ളൂ, എന്നെയും എന്റെ മക്കളുടെയും മൃതശരീരങ്ങൾ ഒരൊറ്റ തുണിയിൽ നീ മറമാടണമെന്ന മാഷിത. ആ കൊട്ടാരത്തിൽ ഒരു വേലക്കാരി അള്ളാന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ഒന്നാമത്തെ കുഞ്ഞിനെ പിടിച്ചിടുമ്പോ ഉമ്മാന്റെ മനസ്സുകൾ ഓർച്ചിട്ടുണ്ടോ? ഉമ്മയുടെ മുന്നിൽ വെച്ച് കുഞ്ഞ് തളച്ചു മറിയുന്ന, ജീവന് വേണ്ടി കേഴുന്ന സാഹചര്യങ്ങളിൽ ആ ഉമ്മ പിന്മാറിയിട്ടില്ല. രണ്ടാമത്തെ കുഞ്ഞിനെ, ഓരോ കുഞ്ഞിനെയും മരിച്ചു കളയുമ്പോഴും ആ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കാൻ. അവസാനം ഉമ്മാന്റെ മാരടത്തിൽ ഒട്ടിക്കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. മുറളിയായ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ആ കുഞ്ഞിനെങ്ങനെ പിടിച്ചു പറിക്കുമ്പോ ഉമ്മാന്റെ ഹൃദയം വല്ലാതെ ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. ഏതൊരു ഉമ്മയല്ലേ, ഇളം പൈതലല്ലേ, മാരടത്തം. ആ കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉമ്മ എന്നെ വിട്ടേക്കുമ്മ, ദുനിയാവ് നിസ്സാരമാണ്, ആഖിറമാണ് കഠിനമുമ്മ. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ്, എണ്ണയിൽ വെന്തൊരുക്കുന്നതോ കരിച്ചു കളയുന്നൊന്നല്ല, അതിനേക്കാൾ അദാബാണ് ആഖിറം. എന്നെ വിട്ടേക്കുമ്മ, എന്നെ വിട്ടേക്കുമ്മ. ആ ഉമ്മ മകളെയും വിട്ടുകൊടുത്തു. അവസാനം അവരെയും മറവ് ചെയ്ത ആ കുഴിയിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് റസൂലേ. മുസ്നദ് അഹ്മദിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന പഠിപ്പിച്ചിരുന്ന ഈ ഹദീസ് കാണാം. അപ്പോ വലിയൊരു പാഠം ഇസ്രായിന്റെ വേളയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിന്റെ. അള്ളാന്റെ പ്രവാചകൻ ആ പള്ളിയിലെത്തി നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദ്യം വിരോധിക്കപ്പെടാത്ത കാലഘട്ടങ്ങളിൽ മദ്യവും പാലും റസൂൽ അള്ളാന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അള്ളാന്റെ ഹബീബ് പാലെടുക്കുമ്പോ അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക് ജിബ്രീൽ പറയും, ഇഖ്തർതൽ ഫിത്ര, അങ്ങ് തെരഞ്ഞെടുത്ത ശുദ്ധ പ്രകൃതിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമും അങ്ങയുടെ ഉമ്മത്തും ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇസ്രായിന്റെ വേള കഴിഞ്ഞ് അവിടെ നിന്ന് പ്രവാചകൻ ആകാശാരോഹണങ്ങൾ നടക്കുകയാണ്. മുത്തറസൂൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. മിഅ്റാജും സത്യമാണ്, ഒരൊറ്റ രാത്രിയിലാണ്. അള്ളാന്റെ മുത്തറസൂലിന്റെ ഉറക്കത്തിനും ഉണർവിനും മധ്യേയുള്ള സമയമാണത്. ആ രാത്രികാലങ്ങളിൽ അല്ലാഹ് കൊണ്ടുപോയത് അതൊരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാ. മുത്തറസൂൽ ഇങ്ങനെ ആകാശയാത്ര നടത്തുകയാണ്. ഒന്നാം ആകാശത്തിൽ അബുൽ ബശർ ആദം അലൈഹിസ്സലാം സലാം പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാര്, പ്രിയമുള്ളവരെ, ഈസാ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഇദ്രീസ്, ഇസ്മായിൽ, ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങിയ നിരവധി പ്രവാചകന്മാരെ അഭിസംബോധനം ചെയ്ത് അള്ളാന്റെ മുത്തറസൂൽ ഇങ്ങനെ ആകാശാരോഹണങ്ങൾ നടത്തി പോകുമ്പോ അവിടെ നിന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ശരിയായ രൂപത്തിലൂടെ കാണുന്നുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. സിദ്റത്തുൽ മുൻതഹാ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ജിബ്രീലിനെ കണ്ടു. ജിബ്രീലിന്റെ ശരിയായ രൂപത്തിൽ കാണാൻ 600 ചിറകുകളുണ്ട് ജിബ്രീലിന്. ആ ചിറകുകളുടെ ആകാശ ചക്രവാളങ്ങളെ വിസ്മയിപ്പിക്കുമാറ് വലിപ്പമുള്ള ഓരോ ചിറകുകളും റസൂൽ 2 സന്ദർഭത്തിലെ കണ്ടേ. ഒന്ന് സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ, മറ്റൊന്ന് തായിഫിന്റെ മണ്ണിൽ കല്ലേറ് കൊണ്ട് വീഴുമ്പോ റസൂലിന്റെ മുന്നിൽ ജിബ്രീലിനെ കാണാൻ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ജിബ്രീലിനെ കാണുന്ന രംഗം സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് അതിനെ വിശദീകരിക്കാൻ, വർണ്ണിക്കാൻ ഒരാൾക്കും സാധ്യമാവാത്ത വടവൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന്. അതിന്റെ ഇലകളെ, അതിന്റെ ആകർഷണീയതകളെ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരാൾക്കും അതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല. അവിടെ ജിബ്രീലിനെ കണ്ടു. അത് സ്വർഗത്തിന്റെ അടുത്താണ്. അള്ളാന്റെ പ്രവാചകനെ തെറ്റിയിട്ടില്ല. മുത്ത് റസൂൽ അതിക്രമം പറഞ്ഞിട്ടില്ല. അള്ളാന്റെ ഹബീബിനെ തെറ്റിപ്പോയിട്ടുമില്ല. അള്ളാന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങള്, ഒരുപാട് മഹത്തായ ദൃഷ്ടാന്തങ്ങളെ ആ രാത്രി ജിബ്രീലിനെ കണ്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോ അള്ളാന്റെ ഖലീൽ ബൈത്തുൽ മഅ്മൂറിനോട് ചാരിയിരിക്കുന്നു. ദുനിയാവിലുള്ളത് കഅബാലയമാണെങ്കിൽ ആകാശലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചവന്റെ ആരാധനാ കേന്ദ്രം ബൈത്തുൽ മഅ്മൂർ. ഒരു ദിവസം 70,000-ഓളം മലായിക്കത്തുകൾ കയറി ചൊല്ലാണ്. ദുനിയാവിലെ കഅബാലയത്തിനെ പടുത്തുയർത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ബൈത്തുൽ മഅ്മൂറിനോട് ചാരിയിരിക്കുന്നു. 70,000 മലക്കുകൾ ഒരു സമയം പ്രവേശിച്ച് അവരാരും തിരിച്ചു വരണില്ലേ. വീണ്ടും അടുത്ത 70,000. വിചാരിക്കലുണ്ടോ ചങ്ങരംകുളത്തുകാരെ, ഒരു ദിവസത്തിൽ 25 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിൽ വീഴുന്നത് എന്റെ റബ്ബിന് കൊടുക്കുന്ന ഔദാര്യമാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ഒരേ സമയം 70,000 മലക്കുകൾ അള്ളാഹുവിന്റെ ബൈത്തുൽ മഅ്മൂറിൽ കയറി അള്ളാഹ്ക്ക് വേണ്ടി ആരാധനകളിലാണ്. അവരാരും തിരിച്ചു വരുന്നവരല്ല. പടക്കപ്പെട്ട അന്ന് മുതൽ
ഖിയാമത്തിന്റെ നാൾ വരെ സുജൂദൊന്നും തലപൊന്തിക്കാത്ത മലക്കുകളുണ്ട്. പിന്നെയാണോ നമ്മളിൽ നിന്ന് കിട്ടിയിട്ട് അള്ളാഹ്? എന്നിട്ട് അവരന്ന് തലപൊന്തിക്കുമ്പോൾ അള്ളാഹിനോട് പറയുന്നതെന്നറിയോ? അള്ളാഹുവേ, നീ തന്നതിനെ പകരമായിട്ടില്ല അള്ളാഹ്, പകരമായിട്ടില്ല റബ്ബേ. അത്രയും മലായിക്കത്ത് കലവണമെന്ന് പറയുന്ന അള്ളാന്റെ ആ ബൈത്തുൽ മഅ്മൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെടുകയാണ്. എന്നാൽ ആ മിഅ്റാജിലെ അള്ളാഹു വലിയൊരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടി നൽകിയ വലിയൊരു സമ്മാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ സമ്മാനം ഏതാണ്? അതാണ് 5 വക്തിന്റെ നമസ്കാരം എന്ന് പറയുന്നത്. റസൂൽ അള്ളാഹുമായി കാണുമ്പോ 5 വക്ത് നമസ്കാരം അവതീർണമായത്. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ സൂറത്ത് ബഖറയുടെ അവസാനത്തിൽ 2 ആയത്തുകൾ ഒരാൾക്ക് മതിയായതെന്ന് മുത്തറസൂൽ പറഞ്ഞ ആമനർ റസൂൽ അവതീർണമായതും ആ ദിവസമാണ്. ആ ദിവസമാണ്. അത് അല്ലാഹു ഓതിക്കൊടുത്തതാണോ ജിബ്രീൽ എത്തിച്ചു കൊടുത്തതാണോ അഭിപ്രായ ഭിന്നതകളാണെങ്കിലും ആ ദിവസമാണ് ആമനർ റസൂലും അവതീർണമാകുന്നത്. അല്ലാഹു തആല സമ്മാനമായി 50 വക്തിന്റെ നിസ്കാരം മുത്തറസൂലിന് വേണ്ടി കൊടുക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ 6-ാം ആകാശത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ, അങ്ങയുടെ ഉമ്മത്തിനത് കഴിയില്ല, അള്ളാഹിനോട് കുറച്ചു തരാൻ ആവശ്യപ്പെടണമെന്നാണ്. ഇസ്രായേലി സമുദായത്തിന്റെ മുന്നിൽ തന്റെ പ്രബോധനത്തിന്റെ ജീവിതകാലങ്ങളെ കഴിച്ചുകൊട്ടിയ ഒരു പ്രവാചകന്റെ അനുഭവത്തിന്റെ സാക്ഷിപത്രമാണ്. അവിടുന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറഞ്ഞു, ഇളവ് ചെയ്ത് 5 വക്തിൽ ചുരുങ്ങി കിട്ടുമ്പോ മൂസാ നബി അപ്പോഴും പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന് അതിനെ കൊണ്ട് കഴിയില്ല. അവരെ അതിൽ ഒഴിച്ചു വരച്ചു. അപ്പൊ റസൂലുള്ള പറയാ, റബ്ബി, ഇനി എന്റെ അള്ളാന്റെ അടുത്ത് പോവാൻ എനിക്ക് ലജ്ജയാണ്, എനിക്ക് നാടാണ് എന്റെ അള്ളാന്റെ അടുത്ത് ഇനി പോവാൻ. പക്ഷെ അള്ളാഹു ആ നിസ്കാരത്തെ കൊടുത്തത്, യാ മുഹമ്മദ് ഇന്നഹുന്ന 5 സ്വലവാത്ത്, മുഹമ്മദേ, അത് 5 നിസ്കാരമായിട്ടാണ് അള്ളാഹ് തരുന്നത്. കുല്ലു യൗമിൻ വലൈല, ഓരോ രാപ്പകലുകളുമായി 5 വക്താണ്. ലികുല്ലി സ്വലാത്തിൻ അശ്ർ, ഓരോ നിസ്കാരത്തിനും 10ന്റെ പ്രതിഫലമുണ്ട്. ഫദാലിക 50 സ്വലാ, അതാണ് 50 വക്ത് നിസ്കാരമെന്നാണ്. 5 നിസ്കരിച്ചോ 50ന്റെ കൂലി അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറയുകയാണ്. ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അള്ളാഹ് തരികയാണ്. നമുക്കത് ഗിഫ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകൾക്കല്ലാതെ അത് വലിയ ഭാരം തന്നെയാണ്, വലിയ ഭാരമാണ്. ഒരു ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്ന ഭാരമല്ല 2 റക്അത്ത് സുബഹിന്. പക്ഷെ നമുക്കത് കഴിയാത്തത് ഖുശൂ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതില്ലാത്തത് കൊണ്ടാണ്. അതില്ലാത്തവർക്കൊക്കെ അത് ഭാരമാണെന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ. 50 വക്ത് തന്നിരുന്നെങ്കിൽ ഓരോ 25 മിനിറ്റിലും ബാങ്കിന്റെ ഇഖാമത്തിന്റെ വുദൂന്റെ ജമാഅത്തുണ്ട്. നമുക്ക് എവിടെയാ സമയം? പക്ഷെ എന്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് സന്തോഷമായി? അല്ല വിളിക്കുക, എന്റെ അടുക്കലേക്ക് ഓടിവാ, എന്നോട് സംസാരിക്കാൻ, അള്ളാഹിനോട് സംഭാഷണം നടത്താൻ. ഉള്ളതിൽ ഏറ്റവും നല്ല വസം നടത്തി അള്ളാന്റെ മുന്നിലെ ഹൈബത്തോടെ മഹാനായ അള്ളാന്റെ മുമ്പിൽ കേവലം കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളത്തിന്റെ ഈ ചിയ്യാനൂർ പാടത്തിന്റെ പൊന്നാനി താലൂക്കില് നിസ്സാരന്മാരായ നമ്മളെ വന്ന് അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ കീഴൊതുങ്ങി നിൽക്കുന്ന ആ സമയത്ത് വഹ്ദാനായ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്ത് പറയാ, എന്നോടൊന്ന് സംസാരിക്കുക. അള്ളാഹിനോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ എത്ര അനുഭൂതി ഇഷ്ടം. അടുത്ത നേരത്തിന് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കൂല്ലേ നമ്മള്? ഇല്ല, അതുകൊണ്ടാണ് അത് ഗിഫ്റ്റായി മാറിയത്, സമ്മാനമാണ്. പക്ഷെ നിങ്ങൾ 5 ചെയ്താൽ മതി, 50ന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകാം. വീഴ്ച വരുത്തിയില്ലേ പ്രിയമുള്ളവരെ? വീഴ്ച വരുത്തിയിട്ടില്ല പ്രിയമുള്ളവരെ? അബദ്ധങ്ങൾ വന്നിട്ടില്ലേ? കാഫിറിന്റെ മുസ്ലിമിന്റെ ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം. ഉപേക്ഷിച്ചവൻ കാഫിറാണ്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരൊറ്റ വിഷയം ഞാൻ പറയാം. ചില ആളുകൾക്ക് ചില സമയത്ത് ഒരു ബോധോദയം ഉണ്ടാവും, കുറേ കാലം നിസ്കരിച്ചില്ല, ഞാൻ ഇന്ന് മുതൽ നന്നാവാൻ. അപ്പൊ ഏതെങ്കിലും ആളുകളുടെ അടുത്ത് പോയിട്ട് ഫത്വ ചോദിക്കും, ഞാൻ ജീവിതത്തിൽ 38 വയസ്സ് വരെ നിസ്കരിച്ചില്ല, ഇവിടുന്ന് എങ്ങനെ മുന്നോട്ട് പോകണം? അപ്പൊ പറഞ്ഞു കൊടുക്കും, ഓരോ വക്തിന്റെ കൂടെ ഈ 2 വക്ത് കൂട്ടി നിസ്കരിച്ചു. അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഞാൻ ആ വിഷയം പറഞ്ഞത് സ്വഹാബത്തിന്റെ അടക്കം മസറുകളിൽ കാണാൻ അവൻ അന്നേ മുസ്ലിം ആയിട്ടുള്ളൂ എന്നാണ്. അവൻ 38ാമത്തെ വയസ്സിലെ മുസ്ലിം ആവണുള്ളൂ. അത്ര വരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത് എന്ന് ഗൗരവത്തോടെ ആലോചിക്കണം. നിസ്കാരം എന്ന സമ്മാനം ഫർദ് മാത്രമല്ല കേട്ടോ. മുത്തറസൂൽ വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലെ റസൂൽ കയറിയിട്ടുണ്ടെന്ന്. ആ സ്വർഗത്തില് എന്റെ ബിലാലിന്റെ കാർച്ചയാണ്. നിസ്കാരത്തിന് ആശ്വാസം കൊടുക്കണുള്ള ബിലാൽ. നിസ്കാരത്തിന്റെ അനുഭൂതി കിട്ടണമെങ്കിൽ റസൂൽ ബിലാലിനെ വിളിക്കണത് എങ്ങനെയാണെന്നറിയോ? ബിലാലെ ബാങ്ക് കൊടുക്കണം എന്നല്ല പറയല്ലേ, അരിഹ്നാ ബിഹാ ബിലാൽ, ബിലാൽ നിസ്കാരം കൊണ്ടെന്ന് ആശ്വാസം കൊണ്ടാണ്. അങ്ങനെ ബിലാൽ വരിക. ആ ബിലാലിന്റെ ചെരുപ്പിന്റെ കാലൊച്ച, ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കിട്ടുന്ന റസൂലുള്ളാഹി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ബിലാൽ എപ്പോ വുദു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും കണ്ടോ. ഫർദിന് മാത്രമല്ല സുന്നത്തിനും പ്രചോദനം നൽകി അള്ളാന്റെ മുത്ത റസൂലിന്റെ മിഅ്റാജ് മാത്രമല്ല
റസൂലുള്ളാഹി സ്വർഗ്ഗത്തിൽ കയറാണ്. സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, ഞാൻ ആ സ്വർഗ്ഗത്തിലൂടെ കടന്നു വരികയാണ്. ഫൈദാ ഫീഹാ ജനാബിദുൽ ലുഅ്ലുഅ, മുത്തിൻ്റെതായ ചരലുകളാണ്. സ്വർഗ്ഗത്തിലെ ചരലുകൾ എന്ന് പറഞ്ഞാൽ മുത്തുകളാണ്. വൈദാ തുറാബുൽ മിസ്ക്, അതിന്റെ മണ്ണ് കസ്തൂരിയാണ്. അതിന്റെ മണ്ണ് കസ്തൂരിയാണ്. റസൂലുള്ളാഹി മിഅ്റാജിൽ ആ സ്വർഗ്ഗമൊക്കെ ഇങ്ങനെ കണ്ട് മുത്തുകളായി കിടക്കുന്ന കല്ലുകളും കസ്തൂരിയായി കിടക്കുന്ന സ്വർഗത്തിന്റെ മണ്ണുകളും അതൊക്കെ കണ്ടപ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുത്തു, നബിയെ, അവിടെ കൃഷി നടാൻ പറ്റിയ നല്ലൊരു തൈക്കളുണ്ട് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് മഅറാസുൽ ജന്ന, ആ സ്വർഗത്തിലെ തൈകൾ ഏതാ നമുക്ക് നടാൻ പറ്റിയ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ദിക്ർ കൊണ്ട് അലങ്കരിക്കാൻ ജീവിതത്തിന്റെ 2 പോയിന്റാണ് മിഅ്റാജുമായി ബന്ധപ്പെട്ട്. ഒന്ന് സ്വർഗത്തിലെ ചെടികളെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് വെറും ദിക്റല്ല, ഹൃദയത്തിൽ തട്ടി വന്നൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങളോട് എന്റെ മനസ്സിൽ നിന്ന് ഈ വായിച്ചു വെച്ചതിനൊരു ഖുതുബയായി നിങ്ങളോട് അവതരിപ്പിക്കുമ്പോ, എന്റെ ലിപ്പുകൾ ചലിക്കുമ്പോ, എന്റെ നാവുകൾക്ക് മൂവ്മെന്റ് വരുമ്പോ, ഒരു മൂവ്മെന്റിൽ നിന്ന് അടുത്ത മൂവ്മെന്റിലേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കൊരു കഴിവില്ല. ലാ ഹൗല വലാ ഖുവ, അല്ലാഹ് തരുന്ന ചലനമല്ലാതെ, ശക്തിയല്ലാതെ, കഴിവല്ലാതെ എന്റെ പക്കൽ ഒന്നുമില്ല. ഇതിങ്ങനെ ബോധ്യപ്പെടുമ്പോ നമ്മളൊന്നുമല്ല, അല്ലാഹ് വലിയവരാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ അത്ഭുതങ്ങളുടെ രാജാതിരാജനല്ല, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ തന്നെ എന്റെ അല്ലാഹ്ക്ക് സ്തുതി, എല്ലാ ശുക്റും അല്ലാഹ്ക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയുടെ സകലമാന മേഖലകളും ഇലാഹിന്റെ എല്ലാവിധ ആധിപത്യങ്ങളും എന്റെ അല്ലാഹ്ക്ക് മാത്രമാണ്. അവനാണ് എനിക്ക് ഏറ്റവും, എന്റെ മക്കളെക്കാൾ, എന്റെ ഭാര്യയെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് വലുതെന്റെ അല്ലാഹ്. അല്ലാഹു അക്ബർ. ഈ ദിക്റുകൾ ഇങ്ങനെ സ്വർഗത്തിലെ തൈക്കളാണ്, സ്വർഗത്തിലെ ചെടികളാണ്. അവിടെ മുത്തിൻ്റെതായ കല്ലുകളും കസ്തൂരിയുടെ മണ്ണുമുണ്ട് ആ സ്വർഗത്തിൽ എന്നുള്ളതാണ്. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദുൽ കൗസർ, അതിന്റെ നെഹ്റുൽ കൗസർ, അതിന്റെ പുഴ തന്നെ മുത്ത് റസൂലിൽ കാണിക്കപ്പെട്ടു. നമ്മൾ ആലോചിക്കേണ്ടത്, അതിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ആൾക്കാർ ആരെന്നറിയും? നാളെ പരലോകത്ത് അതിന് ഒരുപാട് വർണ്ണനകൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ കോപ്പകളുള്ള, ഒരുപാട് അലംഘനീയമായിരിക്കുന്ന, ഒരിക്കൽ കുടിച്ചവന് ദാഹമുണ്ടാകാത്ത ആ പാനീയത്തെ നാട്ടി ഓടിക്കുന്നവരാരൻ? ഉമ്മത്തിങ്ങനെ ഓടി വരും റസൂലിലേക്ക്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനോട് ചില ആളുകളെ മറയിട്ട് കൊടുക്കുകയാണ്, റസൂലിലേക്ക് വിടുന്നില്ല. അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനോട് പറയും, അല്ലാഹുവേ, എന്റെ ഉമ്മത്താണ് റബ്ബേ, എന്റെ ഉമ്മത്താണല്ല. അല്ലാഹ് പറയും, പ്രവാചകരെ, താങ്കളുടെ കാലശേഷം അവരെന്താണ് ചെയ്തത് എന്ന് താങ്കൾക്ക് അറിയില്ല, അതുകൊണ്ട് പ്രവാചകനിലേക്ക് വിടുന്നില്ല. ആ നേരത്തെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, സുഹകൻ സുഹക, ദൂരെ പോ. മൻ ബദ്ദല ഫീ ദീനി, എന്റെ മതത്തിൽ പകരമുണ്ടാക്കിയവനെ, മൻ ഉയ്യറ ഫീ ദീനി, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ പ്രവാചകൻ അവരെ ആട്ടി ഓടിക്കുന്നതാണ്. മതത്തിൽ ഒരു പുതിയ ആചാരം കൊണ്ടുവരാ. റസൂലുള്ളാഹി മിഅ്റാജിന്റെ നോമ്പ് നോറ്റില്ല, സഹാബത്ത് മിഅ്റാജിന്റെ നോമ്പ് നോറ്റില്ല. ഒരു തിങ്കളാഴ്ച നോമ്പിനോ വ്യാഴാഴ്ച നോമ്പിനോ ഒരു പ്രാധാന്യം കൊടുക്കാത്തവൻ ആണ്ടിൽ ഒരു ആവേശമായി മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുമ്പോ, പ്രിയമുള്ളവരെ, നോമ്പെടുത്തോ, എത്രയും എടുത്തോ, സുന്നത്തുകളെ വാരിക്കൊട്ടിക്കോ, തർക്കില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തതെന്ന് ദീനിൽ നിങ്ങൾ കൊണ്ടുവരല്ലേ. അന്ന് റസൂലുള്ള പറയും, സുഹക്കൻ സുഹക, ദൂരെ പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ നിങ്ങൾ ദൂരെ പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, ആ മിഅ്റാജ് നൽകുന്ന പാഠങ്ങളിൽ നമുക്ക് കാണാനുള്ളത് ഭയാനകതകളെ. മുത്തറസൂല് പറയാണ്, നരകത്തിന്റെ കാഴ്ച, ചെമ്പിന്റെ നഖങ്ങളുള്ള ആളുകളുണ്ട്, അവരുടെ മുഖങ്ങളും മാറിടങ്ങളും അവരിങ്ങനെ മാന്തിപ്പടർത്തുന്നുണ്ട്. റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീൽ, ഇവരാരാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു, ജനങ്ങളുടെ മാംസം തിന്നവരാണ്, അവരുടെ അഭിമാനങ്ങൾക്ക് ക്ഷതം വരുത്തിയവരാ. മറ്റുള്ളവന്റെ പച്ചമാംസം തിന്നുന്നവര്, അഭിമാനങ്ങളെ ക്ഷതം വരുത്തുന്ന ആളുകള്, പരസ്പരം പറഞ്ഞു രസിക്കാനായി, മറ്റുള്ളവനെ അപകീർത്തിപ്പെടുത്താനായി നാവ് കൊണ്ട് രസം കാണുന്നവരെ, ചെമ്പിന്റെ നഖങ്ങളാണ് അള്ളാഹു പരലോകത്തിലൂടെ കൊടുക്കുന്നത് എങ്കിൽ അവരുടെ മുഖങ്ങളും മാരിടങ്ങളും അവരിങ്ങനെ മാന്തി പൊളിക്കുകയാണ്. ദുനിയാവിൽ ഒരാളെ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവര്. അവരെ ബോഡിങ്ങൾ കണ്ടിട്ടുണ്ട്, മരണത്തിന്റെ വെപ്രാളത്തില് സ്വന്തം ശരീരത്തിൽ അവർ മാന്തും. പിന്നെ നമുക്ക് ആലോചിക്കണം, നരകത്തിന്റെ ഭയാനകതയിൽ ഈ നഖത്തിന് പകരം അല്ലാഹ് കൊടുക്കുന്നത് ചെമ്പിന്റെ നഖങ്ങളാണ്. മറ്റുള്ളവനെ പറ്റി പരദൂഷണം പറയാൻ, അവനെ പറ്റി ഏഷണി പറഞ്ഞ് നടക്കാൻ, അതുപോലെ തന്നെ അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ നമുക്ക് ആർക്കും അതൊന്നും തൊട്ട് കളിക്കാൻ അവകാശമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് വേണ്ടി, റസൂലിന് വേണ്ടി, അള്ളാന്റെ ദീന്റെ കാര്യമല്ല പറയണേ, അവനവനെ ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുന്നവരെ അവർക്ക് അത്ര കടുത്ത ശിക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, മിഅ്റാജിന്റെ ഒരൊറ്റ പാഠം കൂടെ നിങ്ങളുടെ മുന്നിൽ നൽകാൻ. അള്ളാന്റെ ഹബീബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ
അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞ് വന്ന ഒറ്റ രാത്രിയിലെ എല്ലാം അവസാനിക്കാൻ. ഇത് അള്ളാന്റെ വഹിയാണ്, ദീനാണ്. റസൂലുള്ളാഹിക്ക് ജനങ്ങളോടൊന്നും മറച്ചു വെക്കല്ലേ, മറച്ചു വെക്കാനും പാടില്ല. പക്ഷെ ഇത് ആളുകൾ കളവാക്കുമോ എന്ന് റസൂലുള്ളാഹിക്ക് ഭയമുണ്ട്. പ്രവാചകന്റെ മുഖത്തൊരു വാട്ടമുണ്ട്. എന്നാൽ പ്രവാചകന്റെ അടുക്കലെ അബൂജഹൽ വന്നിരുന്നിട്ട് ചോദിച്ചു, എന്താ മുഹമ്മദേ? അപ്പോൾ പ്രവാചകൻ നടന്ന സംഭവം അങ്ങനെ വിശദീകരിച്ചപ്പോൾ അബൂജഹൽ ഉടനെ ഒരു ആയുധം കിട്ടിയതുപോലെ ഒരു ചോദ്യം, ഞാൻ എല്ലാ ആളുകളെയും വിളിച്ചു വന്നാലേ ഇതുപോലെ നീ വീണ്ടും പ്രഖ്യാപിക്കോ? റസൂല് പറഞ്ഞു, തീർച്ചയായും. അള്ളാന്റെ ദീനാൻ, ഒരു മടിയില്ല, ഒരു പേടിയില്ല, ഹദീസുകളിൽ ബുദ്ധിക്ക് യോജിക്കില്ല, ഒരു തള്ളിക്കളച്ചിലില്ല. ശക്തമായി മുത്ത് റസൂല് പറഞ്ഞു, ഞാൻ പറയും. അവർ വിളിച്ചു, യാ മഅ്ശറ ബനീ കഅബ്. അതെങ്ങനെ വിളിക്കാണ്? ഓരോ ഗോത്രത്തിന്റെ നേതാക്കന്മാർ ആളുകളെ വിളിച്ചു, ജനങ്ങൾ ഒരുമിച്ച് കൂടി. അള്ളാന്റെ റസൂൽ ഇത് പറയുമ്പോ വിശ്വസിച്ച സഹാബത്ത് ഒരു ഭാഗത്തുണ്ട്, തലക്ക് കൈവച്ച് ചിരിച്ചവരുണ്ടായിരുന്നു. അപ്പൊ അവരൊന്നുകൂടെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, എങ്കിൽ മസ്ജിദുൽ അഖ്സ കണ്ട ആളുകളുണ്ടല്ലോ അവരുടെ കൂട്ടത്തില്, അതെങ്ങനെയെന്നൊന്ന് വർണ്ണിച്ചു തരും. അള്ളാന്റെ ഹബീബ് കണ്ട പോലെ പറഞ്ഞു കൊടുത്തു. പ്രവാചകന് സംശയം വന്നപ്പോ മുഅ്ജിസത്തിന്റെ ഇടയിൽ മറ്റൊരു മുഅ്ജിസ, ആ ബൈത്തുൽ മസ്ജിദുൽ അഖ്സാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പോലെ പ്രവാചകൻ വീണ്ടും അതിങ്ങനെ റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ വർണ്ണിച്ചു കൊടുത്തു അവരോട്. അവരൊക്കെ വിശ്വസിച്ചു, സഹാബത്തൊക്കെ വിശ്വസിച്ചു. നിഫാഖുള്ളവന്റെ, കുഫറുള്ളവന്റെ കുഫറും നിഫാഖും വർദ്ധിച്ചു എന്നല്ലാതെ അവർ അവിശ്വാസത്തിൽ തുടരുകയാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൃഷിഭൂമിയിലാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവർ പറഞ്ഞു, അബൂബക്കർ, നിന്റെ മുഹമ്മദിന് മാനസിക വിഭ്രാന്തി കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു രാത്രിയിലെ ഇവിടെ നിന്ന് 2 മാസം സഞ്ചാര ദൂരമുള്ള ഫിലസ്തീനിന്റെ മണ്ണിൽ പോയി അവിടെ നിന്ന് 7 ആകാശങ്ങളെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു ഉത്തരേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്, സത്യമാണ്. അബൂബക്കർ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അതിനേക്കാൾ വലുത് എന്റെ മുഹമ്മദ് പറഞ്ഞപ്പോ വിശ്വസിച്ചവനാ ഞാൻ, അതിനേക്കാൾ വലുത് വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം, റസൂലിലുള്ള വിശ്വാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രകടമാക്കിയപ്പോ പേര് വീണു സിദ്ദീഖ്, അബൂബക്കറിന് സിദ്ദീഖ്. റസൂലുള്ള സ്വന്തം ഭാര്യനെ പോലും വിളിക്കുന്നത് എന്താ? ഇബ്നത സിദ്ദീഖ. കണ്ടോ, സിദ്ദീഖിന്റെ മോളെ ആയിഷ. ആ പേര് എന്നും നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ, അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവുക മിഅ്റാജ് നൽകുന്ന പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ മിഅ്റാജിന്റെ നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പിന് വേണ്ടി ആളുകളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നോമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ അറിയേണ്ടത് സ്വർഗത്തിലേക്കുള്ള മുഴുവൻ കാര്യങ്ങൾ. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദത്തുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ള മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വമാമിൻ ഷൈഇൻ യബ്ഉദുകും അനിന്നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതേത് കാര്യമുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദീനും നമ്മുടെ മുമ്പിൽ ബാക്കിയില്ല. ഇനി മിഅ്റാജ് നടന്നത് റജബ് 27 എന്നുള്ളത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പ്രമാണങ്ങളിൽ വന്നിട്ടില്ല. പറയപ്പെടുന്നതിൽ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മുടെ ഒരു പുണ്യകർമ്മമാകുന്നത് എപ്പോഴാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമല്, ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്റെ കൽപ്പന നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് നിങ്ങളെ തള്ളിക്കളയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി തന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളി റജബ് എന്ന് പറയുന്ന 92 പേജുകളുള്ള ഒരു ചെറിയ കൃതിയുണ്ട് അദ്ദേഹത്തിന്. അതിൽ അദ്ദേഹം പറയുന്നത്, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ്, റജബിന്റെ മാസത്തിൽ ഒരു പ്രത്യേകമായ ഫളലും വന്നിട്ടില്ല. വലാ ഫീ സിയാമിഹി, അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ, ആ റജബിൽ രാത്രിയിൽ പ്രത്യേകമായ ഒരു നിസ്കാരവും കടന്നു വന്നിട്ടില്ല. എവിടെ? ഹദീസുൻ സ്വഹീഹുൻ യസ്ലിഹു ലിൽ ഹുജ്ജ, തെളിവിന് ഉപോത്ബലകമായ ഒരൊറ്റ ഹദീസ് പോലും നോമ്പിന്റെ വിഷയത്തിലോ നിസ്കാരത്തിന്റെ വിഷയത്തിലോ റജബുമായി ബന്ധപ്പെട്ട് ഒരു തെളിവിന് ഉപോത്ബലകമായ ഒരു ഹദീസ് പോലും, സ്വഹീഹായ ഹദീസ് പോലും വന്നിട്ടില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി തന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളി റജബ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കാൻ. അദ്ദേഹം പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമല്ല,
എൻ്റെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉള്ള നോമ്പിൽ നമ്മൾ ധൃതി കാണിക്കുക. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പാണ്. റസൂലുള്ള ജനിച്ചതിലെ സന്തോഷമാണ്. വ്യാഴാഴ്ച നമുക്ക് അമലുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ഒരാഴ്ചയിൽ തന്നെ നമുക്ക് സുന്നത്ത് നോമ്പുകളുണ്ട്. അതുപോലെ പ്രത്യേകതയായി കൊല്ലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു വരുന്ന നോമ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഷഅബാൻ. റമദാൻ കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ഷഅബാൻ. അതുകൊണ്ട് ഉള്ള സുന്നത്ത് നോമ്പുകൾ എടുക്കുക. ഐച്ഛികമായി നമുക്ക് നോമ്പെടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഇല്ലാത്തൊരു പേരും ഇല്ലാത്തൊരു പ്രത്യേകതയും പറഞ്ഞ് മതത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ നമുക്ക് അധികാരമില്ല. അംലഹും ശുറകാഉ ശറഉ ലഹും മിന ദീനി മാ ലം യുഅദം ബിഹില്ല. അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ? നിയമം വെക്കാനുള്ള അധികാരം അല്ലാഹുക്ക് മാത്രമാണ്. ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന അല്ലാഹ് ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീന മിനൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.